ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ ഡ്രീമി വേൾഡ്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ട്രിപ്പ് പോവാണ് ഗോവയിലേക്ക്. അപ്പോൾ ബാഗിലെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ട്രെയിൻ മിസ്സായിട്ടുണ്ട്. എന്നിട്ട് വേറൊരു ട്രെയിനിൽ തിരികെ പോകുന്ന പിക്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ബാഗ് വരെ വെക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇറങ്ങി കണ്ണൂരാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ട്രെയിനിൽ കയറാണ്. കണ്ണൂരിൽ നിന്നാണ് നമുക്ക് ആ ട്രെയിൻ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഫാമിലി ഒന്നായിട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് മാത്രമാണ് ട്രെയിൻ മിസ്സായത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഇപ്പോൾ ഗോവയിൽ എത്തിയിട്ടുണ്ട്. ഗോവ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നാണ് ട്രെയിൻ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റിൽ നിന്നാണ് കേട്ടോ. കാലിക്കറ്റിൽ നിന്ന് വേറെ ട്രെയിൻ പിടിച്ചിട്ടാണ് നമ്മൾ കണ്ണൂർ ഇറങ്ങി. അവിടെ നിന്നാണ് ഇവരുടെ കൂടെ സെയിം ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് അവിടെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബസ്സൊക്കെ കയറിയിട്ട് ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയിട്ടുണ്ട്. ദേ പെട്ടിയൊക്കെ ചുമന്നുകൊണ്ട് എല്ലാവരും നടന്ന് പോകുന്ന ലുക്കാണ് കാണുന്നത്. അപ്പം നമ്മളിതാ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ബസ് കയറിയിട്ട് നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹോട്ടലിൽ ചെന്ന സമയത്ത് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ ഒരു 9 മണിയായപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂമിലെത്തി ഫുള്ള് സാധനങ്ങളൊക്കെ സെറ്റായതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ വെറുതെ വന്നതല്ലല്ലോ, അപ്പം അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പോൾ അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള കാറ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും 2 കാറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ടോട്ടലി 6 പേരുണ്ടായിരുന്നു, മീൻസ് 6 ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് കച്ചവടമൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട് പോലെ തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ട് ലുക്കിലാണ് ഉണ്ടായിരുന്നത്. എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെയുള്ള സ്റ്റേഷനറി ഐറ്റംസൊക്കെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ഒക്കെ നല്ലപോലെ സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബീച്ചിലേക്കാണ് കേട്ടോ. ഗോവയിൽ പൊതുവേ ഒരുപാട് ബീച്ചുകളുണ്ടല്ലോ കാണാനായിട്ട്. അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് പറ്റിയിട്ടുള്ള ബീച്ചുകളിൽ മാത്രമേ പോയിട്ടുള്ളൂ. മീൻസ് മറ്റ് പല കാഴ്ചകളും കാണാനായിട്ട് പോയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അത് രാത്രിയുള്ള ബീച്ചിൻ്റെ ഒരു ലുക്കാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നടന്നൊക്കെ കാണുകയാണ്. ബീച്ചിൽ പോയതിന് ശേഷം രാത്രി ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ലഞ്ചൊന്നും കഴിക്കാതായിരുന്നു. ഒരു 3 മണി ടൈമിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്രഷൊക്കെ ആയതിന് ശേഷം. അപ്പോൾ നമുക്ക് ഫുഡൊന്നും കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചക്കത്തതും രാത്രിയത്തതും കൂടി നല്ല അടിപൊളിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹോട്ടൽ തപ്പി ഇറങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. മോശം പറയരുതല്ലോ, നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കട്ട വെയിറ്റിംഗ് ആണ്. ഭയങ്കര ഡിലേ ആയിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ എല്ലാവരും ഓരോ സ്പേസിലൊക്കെ ഇരുന്ന് ഒക്കെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ ഇവിടെ ബട്ടർ ചിക്കനും നാനുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോറി, നാനല്ല കേട്ടോ, പൊറാട്ട. അപ്പോൾ പൊറാട്ട ഇതാ അവിടുത്തത് ഇങ്ങനെയാണ്. പിന്നെ ചിക്കൻ ഇല്ലാത്ത ബട്ടർ ചിക്കൻ ആയിരുന്നു കേട്ടോ. ചെറിയൊരു കുഞ്ഞ് 2 പീസെറ്റ് അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ വീണ്ടും കാറൊക്കെ ബുക്ക് ചെയ്തിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാക്കേജിലാണ് കേട്ടോ കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 ദിവസത്തേക്ക് ഒരു കുറച്ച് സ്ഥലം സ്പേസൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വന്ന ബീച്ചിൽ തന്നെ ഒരു 3-4 തവണ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ വീണ്ടും ഒരു ബീച്ചിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിജനമായ ഇടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ വിജനമായ ഒരു ഇടത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം ബോട്ടിംഗ് ഒക്കെ ആണ് ഉദ്ദേശം. അങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഒരു 10 മണീൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നടന്നിട്ടാണ് ഉള്ളിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ പോയ പോലെ തന്നെ തിരിച്ച് വരേണ്ടി വന്നിട്ടോ. ആ സമയത്ത് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഒരു തവണ കൂടി ഇവിടേക്ക് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഇവിടേക്ക് വരുമ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നല്ല ത്രില്ലടിച്ചിട്ട് അടിച്ച് പൊളിക്കാൻ വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയിട്ടുണ്ട്.
വേറെ എവിടെയെങ്കിലും പോയി കാഴ്ചകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം വന്നിട്ട് തിരിച്ച് വീണ്ടും വന്നിട്ട് നമുക്ക് വീണ്ടും ബോട്ടിങ്ങിനൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പേരൊന്നും പറയാനും എനിക്കറിയില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് സ്ഥലത്തിൻ്റെ പേരൊന്നും പറയാതിരിക്കുന്നത്. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ഒരു എന്താ പറയുക, ഇതുപോലെ തന്നെ ഒരു ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വേറൊരു സ്ഥലത്ത് ബോട്ടിങ്ങിൻ്റെ തന്നെ, അപ്പോൾ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ആദ്യം എല്ലാവരും ക്യാപ്പൊക്കെ വാങ്ങിട്ടോ, നല്ല വെയിലൊക്കെ അല്ലേ, അപ്പോൾ ക്യാപ്പൊക്കെ വാങ്ങി. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. കുറച്ച് എന്തൊക്കെ ഇവിടുത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയായിട്ടുള്ള ശംഖുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, പക്ഷെ വാങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ ഡ്രീം ക്യാച്ചർ ഉണ്ട്. എന്നിട്ട് ഞാൻ ഒന്ന് വാങ്ങിയിട്ടോ, പക്ഷെ ഇതെല്ലാം വേറൊരു ഐറ്റമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതാ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ ബോട്ട് കയറാനായിട്ട് പോവാണ്. അതാണ് കേട്ടോ നമ്മുടെ ബോട്ട്. ചെറിയൊരു കുഞ്ഞ് ബോട്ടാണ്, ഞങ്ങളെല്ലാവരും അതിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പോകാനായിട്ട്. ഒരുപാട് നമ്മൾ കടലിൻ്റെ നടുവിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോൾഫിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം അങ്ങോട്ടേക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, കുറച്ച് അങ്ങോട്ടേ ഇപ്പം പേടിയായതുകൊണ്ട്. ഉള്ള ഐറ്റംസൊക്കെ ഉണ്ട്, ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലാവാത്ത ഭാഷ അതിനെക്കൊണ്ട്, എനിക്ക് മനസ്സിലാവാത്ത ഭാഷ അതിനെക്കൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അവിടുത്തെ എന്തൊക്കെയോ വിശേഷപ്പെട്ട സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. ഒരു ചർച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാർ പണിത് വെച്ചതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ആർക്കിടെക്ചറിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ആണ്. കടലിൻ്റെ നടുവിലാണ് ഇപ്പം നമ്മളുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡോൾഫിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കൊണ്ടുപോയി നമുക്ക് കാണിച്ചു തന്നു, സൗണ്ട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും നമ്മൾ പോവാണ്. പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 1800 വർഷങ്ങൾക്ക് മുമ്പ് പണിതിട്ടുള്ളൊരു ചർച്ചാണ്. അതിപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടാണ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ 400 വർഷം മുമ്പ് ആ ചർച്ച് പുതുക്കി പണിതിട്ടുള്ള ആളെ എന്താ പറയുക, ശവക്കുടീരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ഇതാണ് ആ മ്യൂസിയം. ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലോ ആയിരുന്നില്ല, അതുകൊണ്ട് വീഡിയോസ് ഒന്നും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്ര നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചർച്ചാണ്, കാണാൻ തന്നെ ഒരു നല്ല അടിപൊളി വൈബ് തരുന്ന ഒരു ഇടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂ നിന്നിട്ടാണ് നമുക്കെല്ലാം കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്ന ബീച്ചിലേക്ക് വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട്. ഏതായാലും സ്പീഡ് ബോട്ടിൽ പോകണം, അതുപോലെ തന്നെ പാരച്യൂട്ടിലൊക്കെ കയറണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആഗ്രഹം നമുക്ക് അങ്ങനെ മാറ്റി വെക്കാനായിട്ട് പറ്റൂലല്ലോ. അങ്ങനെ വീണ്ടും നമ്മൾ ഇവിടെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ നടന്നതിന് ശേഷമാണ് നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുള്ളത്. അവിടെ അല്ല, കുറച്ചുകൂടി ഉള്ളിലേക്ക് നടക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ ഉള്ളിലേക്ക് പോയതിന് ശേഷമാണ് എത്തിയിട്ടുള്ളത്. ബാപ്പിയും മക്കളും നടന്ന് കളിച്ചുല്ലസിച്ച് നടക്കുകയാണ്. അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ചെറുതിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്, അതുപോലെ തന്നെ മൂത്താക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ അവരടിച്ച് പൊളിച്ച് നടക്കുകയാണ്. പിന്നെ അതുപോലെ ഒരു ഇടയിൽ കൂടെ ഒക്കെ പോകണം കേട്ടോ. നമ്മൾ വിചാരിച്ചു ബീച്ച് സൈഡിലാണെന്ന്, അവിടുന്ന് മാറി വേറെ വഴി കൂടെ പോകണം. അങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് പോയതിന് ശേഷമാണ് നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടുള്ളത്. അപ്പോഴത്തേക്ക് നല്ലതുപോലെ വിശന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പോയിട്ടുള്ളത്. ഉണ്ടാക്കി കഴിച്ചെന്നല്ല, അവരുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട്. അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്, അവിടെ നിന്ന് അവരുണ്ടാക്കി തരും, എന്നിട്ട് നമ്മൾ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വന്നിട്ടുള്ള പാരച്യൂട്ട് കയറാനായിട്ട് വന്നിട്ടുള്ള സ്പോട്ടുള്ളത്. കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, നടന്ന് ഉള്ളിലെത്തിയില്ലേ കാണാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഞാനാണ് ആദ്യം കയറിയിട്ടുള്ളത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ കപ്പിൾസായിട്ടാണ് കയറിയിട്ടുള്ളത്, ഞാൻ ഒറ്റക്കാണ് കയറിയിട്ടുള്ളത്. നല്ല ധൈര്യവതിയായിട്ട് ഒറ്റക്കൊക്കെ കയറിയ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കയറിയപ്പോഴാണ് അടിപൊളിയാണ്, ശരിക്കും മനസ്സിലാവണ. കയറിയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നല്ല പോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല അടിപൊളിയായിട്ട് കയറി എൻജോയ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. 4-5 തവണ കടലിലൊക്കെ മുക്കി പോയിട്ട്, കാരണം ഈ അടിപൊളിയായിരുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് തോന്നിപ്പോകും അടിപൊളി വന്നിട്ടോ. ഇത്ര നല്ല അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഇതുപോലെ ഹൈറ്റിലൊക്കെ പോയപ്പോൾ എൻ്റെ അമ്മേൻ്റെ താഴ്ത്തി നല്ലതായിരിക്കും എന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നല്ല അടിപൊളിയായിരുന്നു, പറയാൻ വാക്കുകളില്ല.
അത്ര അടിപൊളിയാണ്, സൂപ്പറാണ്. നമ്മൾ ഇതിൻ്റെ കടലിൻ്റെ നടുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു ബോട്ടിൽ പോയി അവിടുന്ന് വേറെ ഒരു ബോട്ടിലേക്ക് മാറി കയറിയതിന് ശേഷം കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളിയായിരുന്നു. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കേട്ടോ എനിക്ക് കുറച്ച് ചെറിയതായിട്ടൊരു തലചുറ്റലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ആലോചിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മളിവിടെ പാരച്യൂട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ എല്ലാ പകുതി ജീവൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഞാനിവിടെ താഴത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ വരുന്നത് കണ്ടിട്ടുള്ള ആവേശ പ്രകടനമാണ് ഗൈസ് കാണുന്നത്. അതിനുശേഷം നമ്മൾ നേരെ പോയത് കപ്പലിലേക്കാണ്. നേരെയല്ല, പിറ്റേ ദിവസമാണ് കപ്പലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോസൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് ഏത് കഴിഞ്ഞിട്ടാണ് ഏത് എന്നുള്ളത് ഒരു കൺഫ്യൂസ്ഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 ദിവസമാണ് അവിടെ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നത്. 5 ദിവസത്തേക്കുള്ള ട്രിപ്പായിരുന്നു. ഒരു ദിവസം അങ്ങോട്ടേക്ക്, ഒരു ദിവസം ഇങ്ങോട്ടേക്ക്. അതിനുശേഷം നമ്മൾ സ്നോ പാർക്ക് പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. അവിടെ നല്ല അടിപൊളിയായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലമായിരുന്നു. നല്ല അടിപൊളി സ്നോ പാർക്കായിരുന്നു. നമ്മുടെ മക്കൾക്കും നമുക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്പോട്ട് തന്നെയായിരുന്നു. എന്തായാലും ഈ ഗോവ ട്രിപ്പ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഗോവ എന്ന് കേൾക്കുമ്പോൾ പല ചിന്തകളായിരിക്കും മനസ്സിൽ വരാം. എന്താ വെച്ചാൽ നമ്മൾ ടൂറ് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ബാഡ് കമൻസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല കേട്ടോ, നല്ല അടിപൊളി വൈബായിട്ടുള്ള സ്ഥലം തന്നെയായിരുന്നു ഗോവ. ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള സ്പോട്ട് തന്നെയാണ്. ഒരുപാട് സ്പോട്ടുകളുണ്ട് നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ 4-5 എണ്ണത്തിലൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ അത് മക്കൾസൊക്കെ നല്ല ഹാപ്പിയാണ്. വേറൊരു കപ്പലുണ്ട് അവിടെ, നമ്മൾ കപ്പലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഡാൻസും പാർട്ടിയും ഒക്കെ നല്ല പോലെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഗോവയിൽ പോയതിന് ശേഷം വീണ്ടും ട്രിപ്പ് പോകാനുള്ള മോഹമൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത്രയും അടിപൊളിയായിട്ട് ഇഷ്ടമായി എന്നാണ് അതിൻ്റെ അർത്ഥം. കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർക്കൊക്കെ നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ ടീംസിൻ്റെ വക നല്ല അടിപൊളി പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും അതുപോലെ തന്നെ മക്കളുടെയും വക നല്ല അടിപൊളി പെർഫോമൻസ് ഒക്കെ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാൻസ് പാർട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുപാട് പിക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നല്ല അടിപൊളി പിക്സൊക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേരെ പരിചയപ്പെടാനായിട്ട് പറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി വൈബായിരുന്നു. ഐ ലവ് ഗോവ. പിന്നെ ഞങ്ങൾ ഓൾഡ് സ്ട്രീറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് പിക്സാണ് ഈ കാണുന്നത്. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. കാഴ്ചകളായാലും ശരി, എല്ലാം കാണാനായിട്ട് നല്ല അടിപൊളി വൈബ് തന്നെയായിരുന്നു. ഈ കപ്പലിൽ അവരുടെ വകയും നമുക്കായിട്ട് പാർട്ടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ അവർ കൊണ്ടുപോയി തരും. നമ്മൾ പേ ചെയ്ത് വാങ്ങി കഴിച്ചാൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഈ കപ്പലിലൊക്കെ കയറാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഗോവയിലുള്ള യാത്ര. ഇത്രയും സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വയറിനെ കൂടെ നമ്മളൊന്ന് സന്തോഷിക്കണമല്ലോ, അതുകൊണ്ട് ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വീണ്ടും കുറച്ചുകൂടെ സമയം ഉണ്ടായതുകൊണ്ട് നമ്മൾ വീണ്ടും ബീച്ചിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ബീച്ചാണല്ലോ നമ്മുടെ മെയിൻ. ഇവിടെ എത്ര ബീച്ച് ഉണ്ടായാലും ഗോവയിൽ പോയിട്ട് ബീച്ചിൽ പോയില്ല എന്നാരും പരാതി പറയാൻ പാടില്ലല്ലോ. അതല്ല എൻ്റെ ശരി. അപ്പോൾ നമ്മളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബീച്ചൊക്കെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നൈറ്റിൽ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നൈറ്റിലാട്ടോ നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. മക്കളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. നല്ല അടിപൊളി ജേണി തന്നെയായിരുന്നു നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബീച്ചിനോടും നമ്മൾ പോയിട്ടുള്ള ഹോട്ടലിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ നിന്ന് പോവാണ്. മക്കൾസൊക്കെ നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വെക്കേഷൻ അടിപൊളിയായിരുന്നു. അവരുടെ സന്തോഷം കണ്ടാൽ തന്നെ മനസ്സിലാവും. അവർ നല്ല പോലെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി എൻജോയ്മെൻ്റ് ആയിരുന്നു അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്. അസ്സലാമു അലൈക്കും.